നിരവധി ജ്വല്ലറി, ഹോസ്പിറ്റൽ, തുണി ഷോപ്പ്, റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വില്ല പ്രൊജക്ട് ബിസിനസ്സുകൾ വരെ, പാലിന്റെ ബിസിനസ് അടക്കം വലിയ ഫാമുകൾ ഉണ്ടാക്കുന്നു എന്ന വ്യാജേനയെല്ലാം വലിയ പിരിവുകൾ, ഓഹരി സമാഹരണം നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ടി.പി. ഹാരിസിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്നത്. ടി.പി. ഹാരിസ് ചെയ്തത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ മറയാക്കി കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവരിൽ നിന്ന്, സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന്, പ്രവാസികളിൽ നിന്ന് ഷെയർ പിരിച്ചുകൊണ്ടാണ്. ഷെയർ പിരിച്ചത് ജില്ലാ പഞ്ചായത്തിനെ കേന്ദ്രമാക്കിയാണ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഒക്കെ സംസാരിച്ച് താൻ ചെയ്യുന്നത് നിയമവിധേയമാണ് എന്ന വിശ്വാസ്യത ഈ നിക്ഷേപകരിൽ പലരിലും ഉണ്ടാക്കിയാണ് ഹാരിസ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സാധാരണ തട്ടിപ്പുകാര് നാട്ടുകാരെ മുഴുവനാണ് പറ്റിക്കുക. ഇത് അതിന് പകരം ലീഗിന്റെ തട്ടിപ്പിന്റെ ഒരു പ്രത്യേകത, അവർ ലീഗുകാരെ മാത്രമേ പറ്റിക്കൂ എന്നുള്ളതാണ്. സത്യത്തിൽ എന്തൊരു വഞ്ചനയും കൊടും ചതിയുമാണ് ലീഗ് നേതാക്കന്മാര് ചെയ്യുന്നത്. ടി.പി. ഹാരിസിന്റെ തട്ടിപ്പിനിരയായിട്ടുള്ളത് 100% മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് ഇന്നത്തെ ഈ ധർണയുണ്ട് എന്നറിഞ്ഞ് എന്നെ വിളിക്കുകയുണ്ടായി. അവരൊക്കെ പറയുന്നത് ഗൾഫിലെ KMCC-യുടെ നേതാക്കന്മാരിൽ പലരും ആളുകളിൽ നിന്ന് ഇങ്ങനെ ഷെയർ എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് എന്നാണ്. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം തുടങ്ങി 50 ലക്ഷവും 1 കോടിയും വരെ ഷെയർ എടുത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എന്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗിനെ സ്നേഹിച്ചു എന്ന കുറ്റം മാത്രം ചെയ്ത, ലീഗിനെ വിശ്വസിച്ചു എന്ന കുറ്റം മാത്രം ചെയ്ത, ലീഗിന്റെ നേതാക്കന്മാർ കൺകണ്ട ദൈവങ്ങളാണ് എന്ന് കരുതി എന്ന തെറ്റ് മാത്രം ചെയ്ത പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ ഇങ്ങനെ വഞ്ചിക്കുന്നു?